നമുക്കിന്ന് വേറൊരു ജേർണലിംഗ് ചെയ്യാം. ആൻഡ് ഒരു വെറൈറ്റിക്ക് ഞാനും അനുവും കൂടി സെയിം വീഡിയോയിൽ സെയിം ബുക്ക് എടുത്ത് സെയിം ജേർണലിംഗ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. ഞങ്ങളുടെ അടുത്ത് മിക്കതും സെയിം സാധനങ്ങൾ ഉള്ളതുകൊണ്ടും മേ ബി കളർ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക, കളർ ചേഞ്ച് ആയിരിക്കും, മിക്കതും സെയിം ആയിരിക്കും ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവുക. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോയിൽ 2 പേർക്കും കൂടി ഇങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാനും അനുവും കൂടിയും മിക്കതും അനുവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ വരും. ആൻഡ് ഈ സാധനത്തിൻ്റെ പേര് സീരിയസ്ലി ഞാൻ അനുവിനോട് ചോദിക്കും, പക്ഷെ ഞാൻ എപ്പോഴും മറന്നു പോവും. നിങ്ങൾക്ക് പ്രോസസ്സൊക്കെ ഞാൻ പറയണേക്കാൾ നിങ്ങൾക്ക് കാണുമ്പോഴാണ് മനസ്സിലാവുക. അതാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പറയാത്തത്. ആദ്യം ഈ പറയുന്ന പേപ്പർ കട്ട് ചെയ്തെടുത്തു. ഏതൊരു പേപ്പർ ഉണ്ടായില്ലേ പാറ്റേൺ പോലത്തെ. എന്നിട്ട് എൻ്റെ അടുത്ത് ആക്ച്വലി കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആക്രിലിക് മാർക്കേഴ്സ് വെച്ചിട്ട് അത് ഫുള്ള് കളർ അടിക്കുകയാണ്. ചില പ്രോസസ്സ് ഞാൻ കംപ്ലീറ്റ്ലി കാണിക്കും, ചില പ്രോസസ്സ് അനുവാണ് കംപ്ലീറ്റ്ലി കാണിക്കുക. ഓക്കെ, അതുകഴിഞ്ഞിട്ട് ഞാൻ ഗ്ലൂ ടേപ്പ് എടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചു. മറ്റേ എന്താ പറയുക, ഈ സാധനത്തിൻ്റെ പേരെനിക്കറിയില്ല, അതെടുത്ത് അനുവും ഒട്ടിച്ചു. പ്രോസസ്സ് കാണിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഞാൻ ഒന്നില്ലെങ്കിൽ അനുവായിരിക്കും. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇത് ഞാനാണ് ഗൈസ്. അങ്ങനെ അതിൻ്റെ ബോർഡേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു. പിന്നെ ബ്ലാക്ക് പെൻ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. ആ പാറ്റേൺസ് കുറച്ചുകൂടിയും ഒരു ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് തോന്നിക്കാൻ, മീൻസ് എടുത്ത് തോന്നിക്കാനായിട്ട്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്തത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്നുള്ളൂ, ഒരു ഐഡിയ കിട്ടാൻ. ഇപ്പോൾ നമ്മളായാലും പിൻട്രസ്റ്റിലോ യൂട്യൂബിലൊക്കെ നമ്മളിങ്ങനെ എടുത്ത് നോക്കില്ലേ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട്. അതിന് മാത്രമാണ് ഒരു ഡിസൈൻസിൻ്റെ ഒരു ഇത് കിട്ടാൻ മാത്രം. എന്താ പറയുക, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ വാരി കോരിയൊക്കെ ഒട്ടിച്ചു. ആൻഡ് മുകളിൽ ഞാൻ ഒരു ഫ്ലവറിൻ്റെ ആണ് ഒട്ടിച്ചെങ്കിൽ അനു എന്താ പറയുക, ഒരു കർട്ടൻ പോലത്തെ സംഭവമാണ് ഒട്ടിച്ചു കൊടുത്തത്. അങ്ങനെ ഓരോന്നോരോന്ന് ഞങ്ങൾ ഒട്ടിച്ചു. ആൻഡ് ഇനി വരാൻ പോണത് ഒരു സ്പെഷ്യാലിറ്റി ഉള്ള കാര്യമാണ്. ആൻഡ് ഞങ്ങളുടെ ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാൽ ഗൈസ് ഒരു ട്വിൻ ജേർണലിംഗ് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇത് വെറൈറ്റി ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ അത്രയുള്ള ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.